ഈ ക്ഷേത്രം ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കാസർഗോഡ് ജില്ലയിലെ ബേഡ്ക പഞ്ചായത്തിൽ മോലത്തുങ്കാവ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ സ്ഥാപിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം. ശ്രീ മഹിഷാസുര മർദിനി ഭാവത്തിലുള്ള ദുർഗാദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. ഉപദേവന്മാരായി സരസ്വതി ദേവി, വനശാസ്താവ്, കൂർമാവതാര വിഷ്ണു, നാഗപ്രതിഷ്ഠ, രക്തേശ്വരി, ബ്രഹ്മരക്ഷസ് എന്നിവയുമുണ്ട്. തൃക്കൈകളിൽ ശംഖ്, ചക്രം, വില്ല്, ശരം എന്നീ ആയുധങ്ങൾ ധരിച്ച് മഹിഷാസുരന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന രൂപത്തിലുള്ള കരിങ്കല്ലിൽ നിർമ്മിച്ച പൂർണ്ണാകായ പ്രതിഷ്ഠയാണ് ശ്രീ അടുക്കത്ത് ഭഗവതിയുടേത്. ഉപദേവതയായ സരസ്വതിക്ക് കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വയംഭൂ ശില മൂലപ്രതിഷ്ഠയും അതിന് പിറകിലായി സരസ്വതി ദേവിയുടെ ശിലാവിഗ്രഹവുമുണ്ട്. ആമക്കുളം എന്ന പേരിൽ പ്രശസ്തമായ ജലാശയത്തിന്റെ നടുവിൽ കൂർമാവതാര മണ്ഡപത്തിലാണ് കൂർമാവതാര പ്രതിഷ്ഠ. ശംഖ്, ചക്രം മുതലായ വിഷ്ണു ചിഹ്നങ്ങളടങ്ങിയ മുകൾ ഭാഗവും ആമയുടെ ആകൃതിയിലുള്ള കീഴ്ഭാഗവും ആയുള്ള കരിങ്കല്ല് തീർത്ത പൂർണ്ണാകായ വിഗ്രഹമാണ് കൂർമാവതാര വിഷ്ണു ഭഗവാന്റേത്. നാഗാലയത്തിൽ നാഗരാജാവും നാഗരാജ്ഞിയും, അതായത് നാഗയക്ഷി അടങ്ങിയ കരിങ്കൽ വിഗ്രഹങ്ങളുമുണ്ട്. രക്തേശ്വരി ദേവിക്ക് തമ്പലം എന്ന ആരാധന നടത്തുന്ന ഒരു തറ മാത്രമേ ഉള്ളൂ. ബ്രഹ്മരക്ഷസിന് ബ്രാഹ്മണ സങ്കല്പത്തിലുള്ള ശിലാപ്രതിഷ്ഠ. പ്രധാന പ്രതിഷ്ഠയായ അടുക്കത്ത് ഭഗവതിയുടെയും ആമക്കുളത്തിലെ കൂർമാവതാര വിഷ്ണു ഭഗവാന്റെയും പൂർണ്ണകായ വിഗ്രഹങ്ങളാണ്. സരസ്വതി ദേവിയുടേത് വീണയും പുസ്തകവും ഏന്തി നിൽക്കുന്ന രൂപത്തിലുള്ള ചെറിയ ശിലാബിംബവും മൂലവിഗ്രഹമായി കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് കൊണ്ടുവന്ന ശിലയുമുണ്ട്. വനശാസ്താവിന് 3 കരിങ്കൽ ശിലകളും. നാഗപ്രതിഷ്ഠ കരിങ്കല്ലിൽ തീർത്ത നാഗരാജാവിൻ്റെയും നാഗരാജ്ഞിയുടെയും വിഗ്രഹം. വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്, ഇന്ദ്രാദികളായ മറ്റു ദേവന്മാർ എന്നിവരുടെ മുഖങ്ങളിൽ നിന്നും ക്രോധാഗ്നി രൂപത്തിൽ മഹിഷാസുരവധത്തിനായി അവതരിച്ച ആദിപരാശക്തിയായ ദുർഗാദേവിയാണ് ശ്രീ അടുക്കത്ത് ഭഗവതി. മഹിഷാസുരവധം കഴിഞ്ഞ് മഹിഷശിരസിൽ കയറി നിന്ന് ലോകാനുഗ്രഹം ചൊരിയുന്ന സൗമ്യഭാവമാണ് ഇവിടെ ഋഷീശ്വരന്മാരാൽ ദേവിയെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വരൂപവാഴ്ചയുടെ കാലത്ത് കവയനാട് സ്വരൂപം എന്ന ഈ പ്രദേശത്തിൻ്റെ അധികാരികളായ ബേഡകം വലിയ വീട് കാമലോൺ തറവാട്ടുകാരുടെ കുലപര ദേവതയാണ് ശ്രീ അടുക്കത്ത് ഭഗവതി. 1866 ഒരു രേഖ പ്രകാരം 800 പരം ഏക്കർ ഭൂസ്വത്ത് പ്രസ്തുത നായർ തറവാട്ടിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് ദേവസ്വമായി നീക്കിവെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ഭൂസ്വത്തുണ്ടായിരുന്ന ക്ഷേത്രമായതിനാൽ ബ്രിട്ടീഷ് ഭരണകാലം മുതൽക്കേ ഹിന്ദു ധർമ്മസ്ഥാപന വകുപ്പിൻ്റെ കീഴിൽ വലിയ വീട് കാമലോൺ തറവാട്ടുകാർ ട്രസ്റ്റി എന്ന നിലയിൽ ആയിരുന്നു ക്ഷേത്രഭരണം. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ക്ഷേത്രത്തിലെ ഉപദേവതയായ സരസ്വതി ദേവി കൊല്ലൂർ മൂകാംബിക സങ്കല്പമുള്ളതാണ്. ക്ഷേത്രേശ കുടുംബത്തിലെ ഒരു ഭക്തൻ പ്രായാധിക്യം കാരണം മൂകാംബിക യാത്ര സാധ്യമാവാതെ വന്നപ്പോൾ മൂകാംബിക ദേവി ആ ഭക്തന്റെ കൂടെ ഈ ക്ഷേത്രത്തിലെത്തി സാന്നിധ്യം ഉറപ്പിച്ചു എന്നാണ് ഐതിഹ്യം. പ്രസ്തുത ഭക്തൻ സൗപർണിക നദിയിൽ നിന്നും എടുത്തു ചുമന്നുകൊണ്ടുവന്നതാണ് സരസ്വതി ദേവിയുടെ മൂലവിഗ്രഹം. ശിലയിൽ നിർമ്മിച്ച സ്വരൂപബിംബം പിന്നീട് ഉണ്ടാക്കിയതാണ്. ഈ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആമക്കുളം പാലാഴി എന്ന സങ്കല്പത്തിലുള്ളതാണ്. പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതത്തെ പൊക്കുവാനായി മഹാവിഷ്ണു എടുത്ത കൂർമാവതാര സങ്കല്പത്തിലുള്ളതാണ് ഇവിടെ പ്രതിഷ്ഠ. 100 കണക്കിന് ആമകൾ ഈ സരസിൽ മുങ്ങിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെ നയനാനന്ദകരമാണ്. ദിവസേന 100 കണക്കിന് ഭക്തന്മാരാണ് ഇവിടെ ആമയൂട്ട് എന്ന വഴിപാട് നടത്താനെത്തുന്നത്. മഹാവിഷ്ണുവിൻ്റെ ധന്വന്തരി അവതാരവും അമൃതകുംഭവുമായി വന്ന മോഹിനി അവതാരവും പാലാഴിയിലായതിനാൽ പാലാഴി സങ്കല്പത്തിലുള്ള ഈ കുളത്തിലെ ജലം ഔഷധപൂർണവും അമൃതിന് തുല്യവുമെന്ന് വിശ്വസിച്ചു പോരുന്നു. ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം ആമക്കുളത്തിൻ്റെ പേരിൽ കാസർഗോഡ് ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. കാവിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കാവിനകത്ത് ദേവീ നർത്തകന്മാരുടെ നൃത്തം കാണാൻ മഹാവിഷ്ണുദേവൻ കൂർമാവതാരത്തിൽ വരികയും
അത് ദേവി കാണാൻ ഇടവരികയും ചെയ്തു. അപ്പോൾ ദേവൻ പോകാൻ തുടങ്ങുമ്പോൾ ദേവി പറഞ്ഞു ഇവിടെ കൂർമാവതാരത്തിൽ ധന്വന്തരി ഭാവത്തിൽ ഇവിടെ തുടരാൻ ദേവനോട് ആവശ്യപ്പെടുകയും അതുപ്രകാരം ദേവൻ ഇവിടെ ക്ഷേത്രക്കുളത്തിൻ്റെ നടുവിൽ കുടികൊള്ളുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ ആമയൂട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പാലുണ്ണി, അരിമ്പാറ ഇതുപോലുള്ള പല മാറാരോഗങ്ങളും മാറുന്നുണ്ട്. അതുപോലെ മൃഗങ്ങൾക്കുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയും ഇവിടെ ആമയൂട്ട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ബലം കിട്ടുന്നുണ്ട്. എല്ലാ മതസ്ഥരും വന്ന് ഇവിടെ ആമയൂട്ട് നടത്തി പോകുന്നുണ്ട്. അവരെല്ലാവരും ബലസിദ്ധിയോടുകൂടി തന്നെയാണ് പോകുന്നത്.